ഹായ് ഹലോ വെൽക്കം ടു FM മെഡോണ 39.25 പറയാൻ പാഠം കേട്ട് രസിക്കാം. ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ദേവിക എഴുസി. മദർ വെറോണിക്ക കാലമായി കഥ കയ്യൊപ്പ് ഭാഗം 10. പൂർണ്ണമായ വിനയത്തോടെ ലോകത്തിന്റെ ശ്രദ്ധയിൽ നിന്നും അകന്ന് പ്രാർത്ഥനയുടെ ഒരു കോട്ടയിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു മദർ വെറോണിക്ക. താൻ ഇന്ത്യയിൽ സ്ഥാപിച്ച അപ്പോസ്തോലിക് കാർമൽ സഭയുടെ വളർച്ചയും ആ സഭയിലൂടെ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ലഭിച്ച വിദ്യാഭ്യാസവും സമൂഹത്തിലുണ്ടായ പരിവർത്തനങ്ങളും അവൾക്ക് സന്തോഷം നൽകിയിരുന്നു. എന്നാൽ ആ നേട്ടങ്ങളുടെ എല്ലാം ക്രെഡിറ്റ് അവൾ ദൈവത്തിന് മാത്രമാണ് നൽകിയത്. ഒരു ഉപകരണം മാത്രമായി തന്നെ ഉപയോഗിച്ചതിന് അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഫ്രാൻസിലെ കാർമൽ മഠത്തിലെ ഏകാന്തമായ മുറിയിൽ അവൾ ഇന്ത്യയിലെ ഓരോ സന്യാസിനിയെയും ഓരോ വിദ്യാർത്ഥിനിയെയും ഓർത്ത് പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വാസത്തിൽ വളരാനും ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തിന് നൽകാനും അവൾക്ക് കഴിയണമേ എന്ന് അവൾ നിരന്തരം യാചിച്ചു. അവളുടെ പ്രാർത്ഥനകൾ താൻ സ്ഥാപിച്ച സഭയ്ക്ക് ഒരു അദൃശ്യമായ താങ്ങും തണലുമായി കാഴ്ചയിൽ നിന്നും മറിഞ്ഞിരുന്നുവെങ്കിലും മദർ വെറോണിക്കയുടെ ആത്മീയ സാന്നിധ്യം ഇന്ത്യയിലെ കാർമൽ സഭയുടെ നെടും തുണയായിരുന്നു. കൂട്ടുകാരെ, ഇനി മദർ വെറോണിക്ക ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരായ നീൽശ്യാം ആൻഡ് വേദ എസ് വിജയ്. Be faithful to the grace which Lord gives you. കർത്താവ് നൽകുന്ന കൃപയോട് വിശ്വസ്തനായിരിക്കുക. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്. കൂട്ടുകാരെ, ദൈവം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നാം ഓരോരുത്തരുടെയും ചിരിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്. സ്നേഹമുള്ള അച്ഛനും അമ്മയും നല്ല കൂട്ടുകാർ, എന്തിനേറെ പറയുന്നു, നമ്മുടെ ജീവിതവും ആരോഗ്യവും എല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ നന്നായി ഉപയോഗിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തോട് വിശ്വസ്തരാകുന്നത്. സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് ഈ ലോകത്തിന് വെളിച്ചമായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വീണ്ടും കേൾക്കുന്നത് വരെ ദിസ് ഇസ് RJ ദേവിക സൈനിങ് ഓഫ്.